നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയെ വിറപ്പിക്കാൻ ജോർദാനിൽ കയറി അടിച്ചത് മാത്രമേ ഇറാൻ ഓർമ്മയുള്ളൂ. രാത്രിക്ക് രാത്രി തിരിച്ചടി തുടങ്ങിയ US പട IRGCയെ ഉറക്കിയിട്ടില്ല. ടെഹ്റാൻ വളഞ്ഞുകൊണ്ട് തലങ്ങും വിലങ്ങും അമേരിക്കൻ മിസൈലുകൾ തീതുപ്പി. തുടർച്ചയായുള്ള മിസൈൽ ആക്രമണത്തിൽ ടെഹ്റാനിലെയും സമീപ പ്രദേശങ്ങളിലെയും ഭൂമികൾ വിണ്ട് കീറി. IRGCയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. അതായത് അടിക്കുമേൽ അടിയാണ് കഴിഞ്ഞ ഒരു ദിവസം രാത്രി മുതൽ വെളുപ്പിന് വരെ ഇറാൻ നേരിട്ടുകൊണ്ടിരുന്നത്. നിരന്തരമായി ജോർദാനിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു ഇറാൻ. അമേരിക്കയെ ഞങ്ങൾ വിറപ്പിക്കും, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ചുട്ടെരിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു IRGC ഇറങ്ങിയത്. എന്നാൽ ഈ കളി തീക്കളിയായി പോയി. ശക്തമായ ആക്രമണവുമായി അമേരിക്ക ഇറങ്ങിയതോടെ ഇപ്പോൾ IRGC ചിതറിയോടുകയാണ്. സകല മേഖലകളിലേക്കും അമേരിക്ക ആക്രമണം നടത്തി. ഇറാന്റെ ആത്മാഭിമാനം എന്ന് പറയുന്ന, അതായത് ആയത്തുള്ള അലി ഖമനേയുടെ ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു ഈഗിൾ 44. അവിടെ നിരന്തരം, അതായത് തലങ്ങും വിലങ്ങും അവിടെ കയറി അടിച്ചു അമേരിക്കൻ പട. തിരിച്ച് ഒരാക്രമണം നടത്താൻ പോലുമുള്ള ഗ്യാപ്പ് ഇറാന് കിട്ടിയില്ല. IRGC നടത്തിയ ഈ ആക്രമണത്തിൽ ഇപ്പോൾ ഭരണകൂടം IRGCക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഒരു സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഘട്ടത്തിൽ IRGC നടത്തിയ നീക്കം യുദ്ധത്തെ പൂർണ്ണ യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണെന്നും അമേരിക്കയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്കാണ് IRGC കടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇത് ഇറാന്റെ നാശത്തിനാണെന്നും ഭരണകൂടം മുന്നറിയിപ്പ് കൊടുത്തു. എന്നാൽ ഇപ്പോൾ അമേരിക്ക ആക്രമണം നടത്തിയതിന് തങ്ങൾ വീണ്ടും തിരിച്ചടി നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ഇറങ്ങിയിരിക്കുന്നത്. ഈഗിൾ 44 വളഞ്ഞിട്ടുകൊണ്ടായിരുന്നു അമേരിക്കൻ പട ആക്രമണം നടത്തിയത്. ഈ ഈഗിൾ 44 ആയത്തുള്ള അലി ഖമനേയുടെ താവളമായിരുന്നു. ഇതിനുള്ളിലാണ് മിസൈലുകളും മറ്റ് ആയുധങ്ങളും ഒക്കെ ഇറാൻ ഒളിപ്പിച്ചിരിക്കുന്നതും. ജോർദാനിലെ അമേരിക്കൻ വ്യോമ താവളത്തിന് നേരെ ഉണ്ടായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാനെ അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായും തകർക്കുന്ന ഒരു ആക്രമണത്തിലേക്കാണ് അമേരിക്ക ഇറങ്ങിയത്. ജോർദാനിൽ ഇറാൻ കൈവച്ചതും തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഇറാൻ കനത്ത പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന്റെ തൊട്ടടുത്ത നിമിഷം മുതലായിരുന്നു പെന്റഗൺ ആക്രമണം തുടങ്ങിയത്. ട്രംപ് ഭീഷണിയുമായി രംഗത്തെത്തിയതോടെ അപകടം മണത്തിരുന്നു IRGC. ഒരാക്രമണം അവർ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ ഭീഷണി തള്ളിയ ഇറാൻ ശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കാൻ ജനങ്ങളോട് ഉൾപ്പെടെ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇറാന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനു മുൻപ് തന്നെ അമേരിക്ക ആക്രമണം ശക്തമാക്കുകയായിരുന്നു. വടക്ക് കിഴക്കൻ ജോർദാനിലെ അൽ അസ്റഖിന് സമീപമുള്ള മുവാഫഖ് സാൽത്തി എയർബേസ് ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയത്. US പേട്രിയറ്റ് പ്രതിരോധ സംവിധാനങ്ങളും ജോർദാൻ സേനയും ചേർന്ന് മിസൈലുകൾ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 5 ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങൾ വെടിവെച്ചിട്ടതായിട്ട് ജോർദാൻ സായുധ സേന വ്യക്തമാക്കി. രാജ്യത്തിന്റെ പരമാധികാരവും പൗരന്മാരുടെ സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജോർദാൻ അറിയിച്ചു. മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കടുക്കുന്നതിനിടെ തുടർച്ചയായി ജോർദാന് നേരെ ആക്രമണം കടുപ്പിക്കുകയായിരുന്നു IRGC. ജോർദാൻ വ്യോമാതിർത്തി ലംഘിച്ചുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ജോർദാൻ സൈന്യം വിജയകരമായി തടയുകയും ചെയ്തിരുന്നു. ഇറാൻ തൊടുത്ത മിസൈലുകളെല്ലാം തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിജയകരമായി തകർത്തുവെന്നും ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് US സേന അറിയിക്കുകയും ചെയ്തു. ജോർദാന് നേരെ നടന്ന ആക്രമണത്തെ UAE വിദേശകാര്യ മന്ത്രാലയം കടുത്ത ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്. അയൽ രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും മേഖലയിലെ സമാധാനത്തിന് ഭീഷണിയുമാണ് ഈ നടപടിയെന്ന് UAE വ്യക്തമാക്കി. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ മുൻനിർത്തി കുവൈറ്റ് വിദേശകാര്യമന്ത്രി സൗദി, ഖത്തർ പ്രതിനിധികളുമായി ഫോൺ വഴി അടിയന്തര ചർച്ചകൾ നടത്തി. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഒമാൻ മുന്നോട്ട് വെച്ച സംയുക്ത ഭരണ നിർദ്ദേശം ഇറാൻ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. കടലിടുക്കിലൂടെയുള്ള പ്രവേശന പാതയുടെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് വേണം എന്ന നിലപാടിൽ കടുപ്പിച്ചു നിൽക്കുകയാണ് ടെഹ്റാൻ. മേഖലയിൽ സംഘർഷ സാധ്യത നിലനിൽക്കെ ഖത്തറിലെ US സൈനിക താവളത്തിന് നേരെ മാർച്ചിൽ നടന്ന ആക്രമണത്തിൽ തങ്ങളുടെ വ്യോമസേന പൈലറ്റ് കൊല്ലപ്പെട്ടതായിട്ട് ഇറാൻ സൈന്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. US-ന് തിരിച്ചടി കൊടുക്കാനെന്ന വ്യാജേന എതിരാളികളെന്ന് ഇറാൻ കണക്ക് കൂട്ടുന്ന രാജ്യങ്ങളിൽ വ്യാപക ആക്രമണം അഴിച്ചുവിടുകയാണ് IRGC. അറബ് രാജ്യങ്ങളോട് ഇറാന് നല്ല കലിപ്പുണ്ട്.
അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് അറബ് മണ്ണ് തുറന്നു കൊടുത്തതാണ് അതിലേറ്റവും വലിയ കലിപ്പ്. മറ്റൊന്ന്, അറബ് രാജ്യങ്ങളുടെ എണ്ണക്കച്ചവടത്തിൽ ഇറാൻ എല്ലാ കാലത്തും ഒരു കണ്ണുണ്ട്. സാമ്പത്തികമായി അവർ വളരുന്നത് വല്ലാത്ത ഒരു ഏനക്കേടാണ് ഇറാന്. ജോർദാനിൽ നിരന്തരം കയറി അടിക്കാൻ മറ്റു ചില കാരണങ്ങളുമുണ്ട്. ജോർദാനിലെ US സൈനിക താവളം എല്ലാ കാലത്തും ഇറാന് വലിയ വെല്ലുവിളിയാണ്. ജോർദാനിലെ US സൈനിക കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ടാണ് സിറിയയിലെയും ഇറാഖിലെയും അതുപോലെ തന്നെ ഇറാനിലെയും ഭീകരവാദ നീക്കങ്ങളെ നിരന്തരം അമേരിക്ക നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനും ജോർദാനും തമ്മിൽ കടുത്ത പോരിലാണ്. ഇറാനും ജോർദാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ചരിത്രപരമായി സങ്കീർണവും നിലവിൽ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ കാരണം അതീവ വഷളായ സാഹചര്യത്തിലുമാണ്. ദശാബ്ദങ്ങളായുള്ള രാഷ്ട്രീയ ഭിന്നതകൾക്ക് പുറമെ മേഖലയിലെ അമേരിക്കൻ ഇസ്രയേൽ സഖ്യങ്ങളുമായുള്ള ജോർദാന്റെ സഹകരണമാണ് ഇറാനെ പ്രകോപിപ്പിക്കുന്ന മറ്റൊരു കാരണം. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചെത്തുന്ന ഇറാന്റെ മിസൈലുകളെ ജോർദാൻ സൈന്യം വെടിവെച്ചിടുന്നുണ്ട്. തങ്ങളുടെ രാജ്യം ഒരു യുദ്ധക്കളമാക്കാൻ അനുവദിക്കില്ല എന്നാണ് ജോർദാൻ ഇറാന് മറുപടി കൊടുത്തിരിക്കുന്നത്. ജോർദാനിൽ വലിയ തോതിൽ US സൈനിക സാന്നിധ്യമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക തങ്ങളുടെ സൈനിക ആസ്ഥാനങ്ങൾ ജോർദാനിലേക്ക് മാറ്റിയതാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യമായി ജോർദാൻ മാറാൻ മറ്റൊരു കാരണം. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് ഇരു രാജ്യങ്ങളും നല്ല ബന്ധത്തിലായിരുന്നു. എന്നാൽ വിപ്ലവത്തിന് ശേഷം ജോർദാൻ ഇറാൻ യുദ്ധത്തിൽ സദ്ദാം ഹുസൈന്റെ ഇറാഖിനെ പിന്തുണച്ചതോടെ ബന്ധം തകരുകയായിരുന്നു. 1994 ജോർദാൻ ഇസ്രയേലുമായി സമാധാന കരാർ ഒപ്പിട്ടു. ഇസ്രയേലിനെ പൂർണ്ണമായി എതിർക്കുന്ന ഇറാൻ ജോർദാന്റെ ഈ നയത്തെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. അതിന്റെ ഒരു കലിപ്പും കിടപ്പുണ്ട്. മേഖലയിൽ ഇറാന്റെ നേതൃത്വത്തിലുള്ള ഷിയ സ്വാധീനം വർദ്ധിക്കുന്നതിനെ ജോർദാന്റെ സുന്നി ഭരണകൂടം എല്ലായ്പ്പോഴും ആശങ്കയോടെയാണ് കാണുന്നത്. തങ്ങളുടെ രാജ്യത്തിനു നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ജോർദാൻ ആരോപിക്കുന്നു. ഖത്തർ ഉൾപ്പെടെയുള്ള മറ്റ് അറബ് രാജ്യങ്ങളും ഈ ആക്രമണങ്ങളിൽ ജോർദാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബന്ധം കടുത്ത പ്രതിസന്ധിയിലാണെങ്കിലും UN സെക്രട്ടറി ജനറലുമായി ചേർന്ന് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ഇറാനുമായി ചർച്ചകൾ പുനരാരംഭിക്കാനും ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫാദി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. രാഷ്ട്രീയവും സൈനികവുമായുള്ള ഈ കടുത്ത ഭിന്നതകൾ കാരണം ജോർദാനും ഇറാനും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ വളരെ പരിമിതമാണ്. മേഖലയിലെ അമേരിക്കൻ സ്വാധീനവും ഇസ്രയേൽ വിരുദ്ധതയും മുൻനിർത്തി ഇറാൻ നടത്തുന്ന നീക്കങ്ങളിൽ ഒരു ഫ്രണ്ട് ലൈൻ രാജ്യമായി ജോർദാൻ മാറിയിരിക്കുകയാണ്. ഇറാനും ജോർദാനും തമ്മിൽ നേരിട്ട് ഭൗമശാസ്ത്രപരമായ അതിർത്തി തർക്കങ്ങളില്ല. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഭൂമിശാസ്ത്രപരമായി അതിർത്തി പങ്കിടുന്നില്ല. ഈ രാജ്യങ്ങൾക്കിടയിൽ ഇറാഖ്, സിറിയ എന്നീ രാജ്യങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇറാന്റെ മിലീഷ്യകൾ എപ്പോഴും ജോർദാൻ ഒരു വെല്ലുവിളിയാണ്. നിലവിലെ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വ്യോമാതിർത്തി സംബന്ധിച്ച കടുത്ത തർക്കങ്ങളും ലംഘനങ്ങളും നടക്കുന്നുണ്ട്. ഇസ്രയേലിനെയും ജോർദാനിലെ US താവളങ്ങളെയും ആക്രമിക്കാൻ ഇറാൻ അയക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും കടന്നുപോകുന്നത് ജോർദാന്റെ വ്യോമാതിർത്തി വഴിയാണ്. തങ്ങളുടെ അനുമതിയില്ലാതെ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നത് പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി ജോർദാൻ കാണുന്നു. തങ്ങളുടെ ആകാശത്ത് വെച്ച് ഈ മിസൈലുകളെ ജോർദാൻ വെടിവെച്ചിടുന്നത് ഇറാന് കടുത്ത അമർഷവും ഉണ്ടാക്കുന്നുണ്ട്. ജോർദാന്റെ വടക്കൻ അതിർത്തി സിറിയയുമായാണ്. സിറിയയിൽ സ്വാധീനമുള്ള ഇറാൻ അനുകൂല മിലീഷ്യകളും ഹിസ്ബുള്ളയും ജോർദാൻ അതിർത്തി വഴി വൻതോതിൽ മയക്കുമരുന്നും ആയുധ കടത്തും നടത്തുന്നുണ്ട്. ഇത് ഇറാനും ജോർദാനും തമ്മിലുള്ള വലിയ പോരിന് കാരണമാണ്. ഈ കള്ളക്കടത്ത് തടയാൻ ജോർദാൻ സൈന്യം അതിർത്തിയിൽ കർശനമായ കാവൽ ഏർപ്പെടുത്തുകയും പലപ്പോഴും സിറിയൻ അതിർത്തിക്കുള്ളിലെ ഇറാൻ അനുകൂല താവളങ്ങൾക്ക് നേരെ വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം വർദ്ധിപ്പിക്കുന്നുണ്ട്. ജോർദാന്റെ കിഴക്കൻ അതിർത്തി ഇറാഖുമായിട്ടാണ്. ഇറാഖിലെ ഇറാൻ അനുകൂല ഷിയ മിലീഷ്യകൾ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് എപ്പോഴും ജോർദാന് സൃഷ്ടിക്കുന്നത്. ജോർദാന്റെ അതിർത്തിക്ക് തൊട്ടടുത്തുള്ള US താവളങ്ങളെ ആക്രമിക്കുന്നത് ജോർദാന്റെ അതിർത്തി സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. ചുരുക്കത്തിൽ പരമ്പരാഗതമായ ഭൂമി അതിർത്തി തർക്കങ്ങൾക്കപ്പുറം ആകാശ സുരക്ഷയും പ്രാദേശിക കള്ളക്കടത്തുമാണ് ഇറാനും ജോർദാനും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളുടെ കാതൽ. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോഴും ഇറാൻ അറബ് രാജ്യങ്ങൾക്ക് നേരെയാണ് ആക്രമണം കടുപ്പിക്കുന്നത്. അതിന്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ്. അതായത് അറബ് രാജ്യങ്ങൾക്ക് ഇറാൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്.
അമേരിക്ക എപ്പോഴൊക്കെ ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നോ അപ്പോഴൊക്കെ ഞങ്ങൾ കയറി അടിക്കുന്നത് അറബ് രാജ്യങ്ങൾക്ക് നേരെ ആയിരിക്കും, അറബ് രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങൾക്ക് നേരെ ആയിരിക്കും എന്നാണ്. എന്നാൽ ഇതിന്റെ മറവിൽ ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഇതിൽ സഹികെട്ടാണ് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ ശക്തമായ ആക്രമണം ഇറാഖിലെ മിലീഷ്യകൾക്ക് നേരെ നടത്തിയതും ഇറാന് ഒരു മുന്നറിയിപ്പ് കൊടുത്തതും. ഇറാഖിൽ പ്രവർത്തിക്കുന്ന പാരാമിലിറ്ററി അംബ്രല്ല ഗ്രൂപ്പായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിന്റെ 20ഓളം അംഗങ്ങൾ US സൗദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇത് ഇറാനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. 32ഓളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇറാന്റെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ബുഷഹർ പ്രവിശ്യയിലും US ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാനിലെ ഖേഷമിൽ വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു US വ്യോമാക്രമണം നടത്തിയത്. ദ്വീപിലുടനീളം നിരവധി തവണ മിസൈൽ പതിച്ചതായി വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിൽ വൈദ്യുതി നിലയത്തിൽ കേടുപാടുകൾ സംഭവിച്ചതോടെ പ്രദേശം ഇരുട്ടിലായിരിക്കുകയാണ്. നിലവിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇനിയും ചിലയിടത്തുകൂടി പുനഃസ്ഥാപിക്കാനുണ്ട് എന്നും ഇറാൻ പറയും. ഖേഷമിന് പുറമെ ദക്ഷിണ പടിഞ്ഞാറൻ പ്രവിശ്യയായ ഫാർസിലും കിഷ് ദ്വീപിലും US ആക്രമണം നടത്തിയിട്ടുണ്ട്. ഖുഷസ്ഥാൻ പ്രവിശ്യയിലെ അബാദനിലുള്ള ചില പ്രദേശങ്ങളിലും US വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. ഹോർമോസ്ഗൻ പ്രവിശ്യയിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് 2 സ്ഫോടനങ്ങൾ നടത്തിയതായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബു മൂസ, ഖേഷം എന്നിവിടങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് അമേരിക്കൻ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത്. IRGC ജോർദാനിലേക്ക് ഒരു ആക്രമണം നടത്തുമ്പോൾ ഒട്ടും അവർ പ്രതീക്ഷിച്ചില്ല അമേരിക്ക തിരിച്ചടിക്കുമെന്ന്. കാരണം അമേരിക്ക ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ നോക്കിയാണ് കയറി അടിച്ചിരിക്കുന്നത്. തിരിച്ചടിക്കാൻ അവർക്ക് ഒരു സമയം പോലും കിട്ടിയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പൂർണ്ണമായും IRGCയെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു US-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ജോർദാനിലേക്ക് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ ആക്രമണത്തിൽ ജോർദാൻ ഭരണകൂടം അമേരിക്കയോട് ആശങ്ക അറിയിച്ചിരുന്നു. ശക്തമായ രീതിയിൽ തങ്ങൾ പിന്തുണ നൽകുമെന്നും ഇറാന് തക്കതായ ശിക്ഷ കൊടുക്കുമെന്നും ജോർദാൻ ഭരണകൂടത്തിന് അമേരിക്ക ഉറപ്പു നൽകിയിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഇതിനു ശേഷമാണ് ആക്രമണത്തിന് ഉത്തരവിട്ടതും കടുത്ത ആക്രമണം ഇറാനിൽ നടത്തിയതും. ഇപ്പോൾ ഇറാന്റെ ഒരു സാഹചര്യം, ഇറാന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇറാന്റെ ഭൂമി പൂർണ്ണമായും ഒരു തകർന്ന അവസ്ഥയിലാണ്. അതായത് US-ന്റെ നിരന്തരമായുള്ള ആക്രമണം, അവരുടെ വജ്രായുധങ്ങൾ കൊണ്ടുള്ള ആക്രമണം ഇറാന്റെ ഭൂമിക്ക് താങ്ങാനാകുന്നില്ല. പല പ്രദേശങ്ങളും വിണ്ടുകീറിയ അവസ്ഥയിലാണ്. ചെറിയ പ്രകമ്പനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും കെട്ടിടങ്ങൾ ഇടിയുകയാണ്. പല കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ, അതായത് ഭൂമി വിണ്ടുകീറുകയും അതിനോടൊപ്പം തന്നെ കെട്ടിടങ്ങളുടെ ഭിത്തികളൊക്കെ വിണ്ടുകീറുന്ന ഒരു സാഹചര്യവുമാണ് ഇപ്പോഴുള്ളത്. പല പ്രദേശത്തും താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്, വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ്. ഇറാനിൽ നിന്ന്, അതായത് ആക്രമണം നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ ജനങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ജോർദാനിലോ മറ്റ് അറബ് രാജ്യങ്ങളിലോ കയറി അടിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയ തിരിച്ചടി ഇറാൻ ഉണ്ടാകും എന്ന വലിയ മുന്നറിയിപ്പാണ് അമേരിക്ക ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ള വാശിയിൽ നിൽക്കുകയാണ് ഇറാനും. ഇറാൻ ഇപ്പോൾ അവരുടെ പ്രോക്സികളെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് സിറിയയിലെയും ഇറാഖിലെയും ഒക്കെ മിലീഷ്യകൾക്ക് ആയുധം കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഈ മിലീഷ്യകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദിയിലേക്ക് ആക്രമണം നടത്തിയത്. മറ്റൊരു വഴിക്കൂടെ ഹൂതികൾ തലപൊക്കിയിട്ടുണ്ട്. തലപൊക്കാൻ കഴിയാത്ത വിധത്തിൽ കിടക്കുന്നത് ഹമാസും ഹിസ്ബുള്ളയുമാണ്. എന്നാൽ മറ്റ് മിലീഷ്യകളെല്ലാം തന്നെ ശക്തമായി ഉയർന്നു വന്നതോടുകൂടി ഇനിയും മാറി നിൽക്കാൻ കഴിയില്ല എന്നൊരു ഘട്ടം കൂടി വന്നതോടെയാണ് അമേരിക്ക അതിശക്തമായ ആക്രമണവുമായി ഇറങ്ങിയിരിക്കുന്നത്.